റാപ്സഡി ഓഫ് റിയാലിറ്റീസ് മെയ് 17, 2025. നിങ്ങൾ മഹത്വത്തിൽ നടക്കേണ്ടവരാകുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 22-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ മനോഹാരിത നാം കാണുന്നു. തന്നെ അറസ്റ്റ് ചെയ്യുകയും ക്രൂശീകരിക്കുകയും ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരോടുള്ള യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ പരിസമാപ്തിയെ അടയാളപ്പെടുത്തിയ ആഴമേറിയതും അഗാധവുമായ ഒരു നിമിഷമായിരുന്നു അത്. തൻ്റെ ശിഷ്യന്മാരോടുള്ള അഗാധ സ്നേഹത്തോടെ യേശു കർത്താവ് ഈ ശക്തമായ പ്രാർത്ഥനയിലൂടെ അവരുടെ സുരക്ഷയ്ക്കും ഐക്യത്തിനും ശുദ്ധീകരണത്തിനുമായി പിതാവിനോട് സംവദിച്ചു. യേശുവിൻ്റെ വാത്സല്യപൂർണമായ ഈ പ്രാർത്ഥനയുടെ ഭാഗമാണ് നാം വായിച്ച പ്രാരംഭവചനം. യേശു പറഞ്ഞു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. എന്ത് അതിശയകരമാണിത്! യേശു നമുക്ക് തൻ്റെ മഹിമ നൽകി. ദൈവത്തിന് സ്തോത്രം. വളരെ ക്രിസ്ത്യാനികൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതായി കാണാം: എൻ്റെ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ മഹത്വം എടുക്കുകയില്ല. ഇത് മാനുഷികമായി കേൾക്കുമ്പോൾ ഭക്തിയുള്ളതുപോലെ തോന്നിയേക്കാം. എന്നാൽ ഇത് അനാവശ്യവും യേശുവിൻ്റെ സത്യത്തിന് വിരുദ്ധവുമാണ്. യേശു പിതാവിൽ നിന്നും തനിക്ക് ലഭിച്ച മഹിമയെ നമുക്ക് നൽകി. യേശു സ്വയമായി ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഇത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നാം ഓരോരുത്തരും ഈ മഹിമയിൽ നടക്കുവാനായിട്ടാണ്. ഈ മഹിമ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. പഴയ നിയമത്തിൽ പുരോഹിതന്റെ അങ്കി മഹിമയെയും നീതിയെയും പ്രതിനിധീകരിച്ചിരുന്നു. ഇത് നീതിയുടെ അങ്കി എന്നറിയപ്പെട്ടിരുന്നു. ഇതേ മഹത്വത്തിന്റെ അങ്കിയാണ് യേശു നമ്മെ അണിയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! ദൈവത്തിന്റെ കരുതൽ നടക്കുന്നത് ദൈവമഹത്വത്തിൽ നടക്കുന്നതിന്റെ ഭാഗമാണ്. ഇല്ലായ്മയിലോ ലോകത്തിന്റെ പാപത്തിലോ രോഗത്തിലോ ജീവിക്കുന്നത് ഒരു വലിയ കാര്യമല്ല. വിജയത്തിലും സമൃദ്ധിയിലും ദിവ്യമായ ആരോഗ്യത്തിലും ജീവിക്കുവാനായിട്ടാണ് താങ്കൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിൽ പ്രബലരായിരിക്കുവാനാണ് നിങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഈ അറിവോടെ ജീവിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവശക്തിയുടെയും സമൃദ്ധിയുടെയും സാക്ഷാത്കാരം കാണും. ദൈവം നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതിനേക്കാളും കുറഞ്ഞതിൽ തൃപ്തി അടയരുത്. നിങ്ങൾ ദൈവത്തോടൊപ്പം നടക്കുന്ന ദൈവിക ശക്തിയുടെ രാജകുമാരനാണ്. നിങ്ങൾ വിളിക്കപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും നീതീകരിക്കപ്പെട്ടവരും തേജസ്കരിക്കപ്പെട്ടവരുമാണ്. അതിനാൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ മഹിമയെ പ്രകടമാക്കുക. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. പ്രാർത്ഥിക്കാം, ഏറ്റുപറയാം. വിശ്വസ്തനും നീതിമാനുമായ പിതാവേ, യേശുക്രിസ്തുവിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന മഹിമയ്ക്കായി നന്ദി. ഞാൻ ഈ മഹിമയാൽ അനുഗ്രഹിക്കപ്പെടുകയും സകല ഇല്ലായ്മയുടെയും രോഗത്തിൻ്റെയും ഭയത്തിൻ്റെയും അവസ്ഥകളുടെ മേൽ അവയെ നിർമൂലമാക്കുവാൻ അധികാരമുള്ളവനായി ജീവിക്കുകയും ചെയ്യുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അമർത്തിക്കൊല്ലുക കവിയും വിധമുള്ളത് അങ്ങയുടെ ഭണ്ഡാരത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞാൻ അങ്ങയുടെ മഹിമയിൽ തന്നെ സധൈര്യം നടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
തുടർ പഠനത്തിന് യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം 1-2 വാക്യങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാം വാക്യം.